സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ രാവിലെ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? എന്താ ഇന്ന് പോവാണോ? ഏഹ് ഓഫീസിൽ പോവാണോ? പിന്നെ ഓഫീസിൽ പോണ്ടേ? ഇന്ന് പോണോ? എന്താന്ന് വിശേഷം? എന്തായിരുന്നു വിശേഷം? എന്താ വിശേഷം? എന്താ കാര്യം അറിയാൻ പാടില്ലേ? എന്താന്ന് പറ. ചുമ്മാ കളിക്കല്ലേ. പറയടി, എന്താ കാര്യം എന്ന് പറഞ്ഞോ. ഓർമ്മയില്ലേ? ശരിക്കും ഓർമ്മയില്ലേ? എന്നാ പിന്നെ ഒന്നുമില്ല. നീ എന്താണെങ്കിലും അത് പറയുന്ന അല്ലാതെ എനിക്ക് എങ്ങനെ മനസ്സിലാവും? ഇനിയിപ്പൊ ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, ഇത് നിങ്ങൾ ഓർക്കേണ്ടതല്ലേ. അങ്ങനെയാ, ഒരു കാര്യവും ഓർമ്മയില്ല, ശ്രദ്ധയില്ല, ഉത്തരവാദിത്വം ഇല്ല. എന്റെ കാര്യമൊക്കെ നോക്കാൻ ഞാൻ തന്നെയല്ലേ. എന്റെ കാര്യമാണോ? ആരുടെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ പോ. എന്നാ നീ എന്നെ കൊണ്ട് ഞാനത് പറയിച്ചേ പോകണ്ടു. പറ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോവില്ല. പറയടി, അല്ലാതെ എങ്ങനെയാ എനിക്ക് മനസ്സിലാവുക? ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയണേ? നിങ്ങൾക്ക് സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ. സ്വന്തം കാര്യമോ? അങ്ങനെ ഒരിക്കലും പറയരുത് ജമന്തി. എന്നെ നിനക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് ജോലി, നീ, കുടുംബം, അതൊക്കെ തന്നെയല്ലേ? അങ്ങനെയൊന്നും അല്ല. അല്ലതാ. ആ, നിങ്ങൾക്ക് ജോലി, നിങ്ങള് ജോലി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പറഞ്ഞതാണോ? എനിക്കൊരു സാധനവും നിങ്ങൾ വാങ്ങി തരണ്ട. ഭയങ്കര കഷ്ടമാണ്. അല്ലെങ്കിൽ എന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ. എന്താ ഇരിക്കണ ഫോണില്ലേ? ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എടുത്തു തരും. ഭർത്താവിന് ഭാര്യയുടെ കാര്യം ഒന്നും നോക്കട്ടെങ്കിലും എനിക്ക് പക്ഷെ നിങ്ങളുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എടുത്തു തരും. ഇനിയിപ്പോ കുടിച്ചെങ്കിലോ? കുടിച്ചെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കണേ? അങ്ങോട്ട് ചെല്ല്. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലം അതല്ലേ, ഓഫീസ്. വേറെ ഒരു കാര്യം ഇല്ലല്ലോ ജീവിതത്തിൽ. നോക്കേട്ടാ. എന്റെ കാര്യം മാത്രം ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് ജമന്തിയുടെ പിറന്നാളാണ്. അവളത് എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി. ഞാൻ പറയുമോ? ഞാനാണെങ്കിൽ അവളെ കൊണ്ട് പറയിക്കാനും. എന്നിട്ട് അതിന്റെ മുകളിൽ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് ചെറിയ വഴക്കൊക്കെ ആയി അവസാനം അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. രണ്ടുപേരും വേണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് വേണമെച്ചാൽ തിരിച്ചു ചെല്ലുമ്പോൾ അവൾക്ക് നല്ലൊരു പ്രസന്റേഷൻ കൊടുക്കണം. അത് നല്ല കാര്യമാണത്. എന്ത് കൊടുക്കുന്ന ഞാൻ ആലോചിക്കും. എന്താണ് നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനൊതുങ്ങിയത് എന്തെങ്കിലും? 1000, 1500, മാക്സിമം പോയ 2000. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഉഗ്ര സാധനം. വേറൊരു കാര്യമുള്ളതേ, നമ്മ എന്തേലും വാങ്ങിക്കൊണ്ടുപോയി ഇവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ഇവർക്ക് ഇഷ്ടമാവില്ല. അങ്ങനെയുണ്ട് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ ഡിസൈൻ ശരിയായില്ല, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ കളറ് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാച്ചായില്ല എന്നിട്ട് ഇത് മാറ്റിയെടുക്കാൻ പോക്കുണ്ട്. അല്ലെ പിന്നെ അവളെയും കൊണ്ട് പോകണം. അപ്പം എങ്ങനെയാണ് കൊടുക്കൽ നടക്കുന്നത്? അപ്പം ഇത് കൊടുക്കൽ നടക്കില്ലല്ലോ. സർപ്രൈസ് നടക്കൂല. അതിനൊരു പണിയുണ്ട് കേട്ടോ. ഈ സ്ത്രീകളുടെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു പണി, ഈ റാണിനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും സെലക്ട് ചെയ്ത് വാങ്ങും. ഇപ്പോൾ വന്നതിന് മുമ്പ് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ചെയ്യാല്ല. 1 മണിക്കൂർ പോരെ? അത് ശരിയാണല്ലോ. വിളിച്ചേ പരിപാടി. റാണി നീ കനകന്റെ കൂടെ ഒന്ന് ചെന്നിട്ടേ ജമന്തിക്ക് പറ്റി എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെന്താ, പോയാലോ? പെട്ടെന്ന് വന്നോട്ടാ. പറഞ്ഞതിന് മുമ്പ് തിരിച്ചും വന്നേ. വരാം. അവളുടെ ടേസ്റ്റ് വല്ലോ നിനക്കറിയാമോ എന്താണെന്ന്? എന്തെങ്കിലും സാധനം വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അത് ജമന്തിനെ ഞെട്ടിക്കണം. വേഗം പോയിട്ട് വന്നാ. പൈസ ഇല്ലേ? പൈസ ഉണ്ട്. ഓക്കെ, എന്നാ വാ. Happy birthday to you. Happy birthday to you. എന്തിനാ പറയണേ? എന്താ കുഞ്ഞേ? എന്തിനാ പറയണേ? ഏട്ടൻ എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. ഏട്ടൻ ഓർത്തില്ലല്ലോ ബർത്ത്ഡേ.
അവൻ അല്ലെങ്കിൽ ഒരു മന്ദപ്പനല്ലേടി. അവൻ എന്താ ഓർമ്മയുള്ളത്? അതിന് നീ ഇന്ന് കരയണ എന്തിനാ? എന്നാലും രാവിലെ എന്നെ കണ്ടപ്പോ ഗിഫ്റ്റ് ഒന്നും തരണ്ട, ഒന്ന് പറയാലോ ഹാപ്പി ബർത്ത്ഡേ എന്ന്. ശരിയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തിനാ അവനെ കിട്ടിയത്? വേറെ നല്ല ചെക്കന്മാരെ കിട്ടായിരുന്നില്ലേ നിനക്ക്? അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എടി അവൻ അങ്ങനത്തെ ഒരു കിഴങ്ങനല്ലേ, നിനക്ക് അറിയാവുന്ന കാര്യല്ലേ. അവൻ തന്നില്ലെങ്കിൽ വേണ്ട, ചേച്ചി തന്നില്ലേ, നീ അമ്പലത്തിൽ നിന്ന് വരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. എൻ്റെ ഇതേ ഉള്ളു. പക്ഷെ തങ്കം എടി എൻ്റെ ഗ്യാസിൻ്റെ ഗുളിക ആ ജയന്തി തീർന്നോടി ഇത്? അത് തീർന്നിട്ട് എത്ര കാലമായി? വല്ലപ്പോഴും മേടിക്കണം. വേറൊരു ജയന്തി പോന്ന് ആ ഒരമ്മായി പോര് കഴിഞ്ഞ ലക്ഷണമുണ്ട്. ഓ പറഞ്ഞത് അമ്മ ഇവിടെ ഇല്ലല്ലോ. ആ ആ ആ ആ അപ്പൊ കെട്ടിയാൻ പോര്. പൊന്ന് ക്ലീറ്റോ, അവളുടെ ബർത്ത്ഡേ ആണെന്ന്. ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ. ക്ലീറ്റോ ചേട്ടൻ വരെ എന്നോട് പറഞ്ഞു, ചേട്ടൻ മാത്രം എന്നോട് പറഞ്ഞില്ല. അത് ശരിയല്ല, അത് ശരിയായില്ല. അവനെന്താണ് രാവിലെ ഒരു ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്തിട്ട് പോയിക്കൂടെ? അവന് ഓർത്തിട്ടുണ്ടാവില്ല, അവന് ജോലിക്ക് പോണ്ട തിരക്കല്ലേ, അതിന് ഇവക്ക് അറിയാവുന്ന കാര്യമല്ലേ. അല്ല പിന്നെ അവളെ കാര്യമല്ലാതെ പിന്നെ അവന് ആരെ കാര്യമാണ് ഓർക്കേണ്ടത്? ആളുടെ കാര്യം ഓർത്തിട്ടാണ്. ആ കാര്യം മറന്നു പോയിട്ടുണ്ട്. അവൻ എന്താ ഓർമ്മയില്ല? അവന്റെ ബർത്ത്ഡേ പോലും അവന് ഓർമ്മയില്ല. പിന്നെയാണ് അങ്ങനെ എന്തേലും പറയല്ലേ തങ്ക, നീ ചുമ്മാ അത് അവന് ഓർത്തൊന്ന് ഭാര്യയുടെ നീ അവളെ ഒളിച്ച് ആശം കാണിക്കണ്ട. ഞാൻ പറയാനുള്ളത് പറയും. ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഭർത്താവ് തന്നെ വിഷ് ചെയ്യേണ്ടത്. അതന്നെ ഞാനും പറഞ്ഞു. ആ എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈ നാള് വരെയായിട്ട് നിങ്ങളൊരു നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാനുള്ള നല്ല വാക്കെല്ലാം കല്യാണത്തിന് മുമ്പ് പറഞ്ഞു തന്നില്ലേ? കെട്ടി കഴിഞ്ഞപ്പോലെ അറിയാൻ മനസ്സിലാക്കാൻ പറ്റുമോ നിന്റെ? നിങ്ങൾ ഇതുവരെ എന്റെ ബർത്ത്ഡേ ഓർത്തിട്ടുണ്ട്, എന്നിട്ടാണോ അവനെ കുറ്റം പറയണേ? അപ്പം ഞാൻ നിന്റെ ബർത്ത്ഡേ ഓർത്തിട്ടില്ലെങ്കിലും നീ ഓർമ്മിപ്പിക്കുമ്പോൾ ഒക്കെ ഞാൻ എപ്പോഴും വിഷ് ചെയ്യാറുണ്ടല്ലോ ഇല്ലേ? മാത്രമല്ല നിന്റെ ബർത്ത്ഡേ നിനക്ക് ഓർമ്മയുണ്ടോടി? ഞാൻ ഇപ്പോഴും ചോദിക്കണേ, 8-ാം തീയതി ആണോ 10-ാം തീയതി ആണെന്ന് വെച്ചാൽ നിനക്ക് സംശയമില്ലേ? ആ പക്ഷെ നിന്നെ പോലെ അല്ല അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച പോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് അങ്ങനെ വളർന്നു വന്നൊരു കുട്ടിയാണ്. അത് ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിൽ നിന്നും അങ്ങനെ ഒരു വിഷും ഇതുമൊക്കെ. നിന്നെ പോലെ അല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ലേ, അവളുടെ ആഗ്രഹം അത് മോശം തന്നെയാണ്. അവൻ ചെയ്തിട്ട് പോവാത്ത ക്ലീറ്റോന്റെ വാക്ക് മോൻ കേൾക്കണ്ട. അവൻ മറന്നു പോയതാ. വാക്ക് കേൾക്കണ്ട. എന്നാലും ഏട്ടൻ മറക്കാൻ പാടില്ലല്ലോ. മറക്കാൻ പാടില്ലായിരുന്നു, അത് സത്യം. അതിന് നമുക്ക് അവൻ വരുമ്പോ ശിക്ഷിക്കാം. അതിന് നീ ഇപ്പോഴേ മുഖം കെട്ടിപ്പിടിക്കണ്ട. അവൻ വരാൻ ഇനി വൈകുന്നേരം ആവും. കുറേ നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴെങ്കിലും മനസ്സിലാക്കി കൂടെ. കോമള എന്തായി? ആ തുണിക്കടയിലെത്തിയോ? ആ കൊടിയുടെ മേടിച്ചോ? മീറ്റർ ഞാൻ പറഞ്ഞില്ലേ, 3 മീറ്റർ വെച്ച്. ആ നമ്മുടെ കൊടിയുടെ കളർ ഏതെന്നോ? എടാ പൊട്ട, നിന്നെ പാർട്ടിയിലെടുത്ത് എണ്ണ വേണം പറയാൻ. എടാ ദേശീയ പതാകയിൽ വരുന്ന 3 കളറ്, ആ കളർ മേടിക്ക്. ദേശീയ പതാകയിൽ കളർ ഏതെന്നാ? എന്താ പൊന്നെ മോനെ, നീ ആ കടക്കാരോട് പറഞ്ഞാൽ മതി, അവരെടുത്ത് തന്നോളൂ. ആ 3 മീറ്റർ വെച്ച് 3 കളറിൽ നിന്ന് വാങ്ങിക്കും. ഓ എന്ത് കഷ്ടമാണ്. അളിയനാ എവിടെ? കടയിൽ എണ്ണ കളിയിലുണ്ട്. അല്ല അതെ നമ്മളാ, നീ ഒന്ന് ഒരു കാര്യം ചെയ്യും, ഒന്ന് ശ്രദ്ധിച്ചോ. എന്താണ് അവരെങ്ങോട്ടാ പോണെന്ന്? ആ എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ച് പറയാം കേട്ടാ. ഓ ശരി. എന്താ ഏട്ടന്റെ കാര്യം എന്താ പറഞ്ഞേ? അവളുടെ കാര്യമൊന്നും നോക്കാൻ സമയമില്ല. ഇപ്പൊ കോമളം തുണിക്കടയിൽ നിൽക്കുക കൂടിയെടുക്കാൻ. എവിടെ കെട്ടിന് അവിടെ ചെന്നേക്കണ് തുണിക്കടയിൽ. അവനെന്താ തുണിക്കടയിലാക്കും കയറാൻ പാടില്ല? തുണിക്കടയിൽ അവൻ വല്ല കംപ്ലൈന്റ് നോക്കാൻ ചെന്നാ കുഴപ്പം? കംപ്ലൈന്റ് നോക്കാൻ പെമ്പിള്ളേനെ കൊണ്ട് തന്നെ പോകണം അല്ലേ കടയിൽ? ഏതോ ഒരു പെണ്ണുമായിട്ട് ആ തുണിക്കടയിൽ ചെന്നേക്കണെന്ന്. ആ പിന്നെ അങ്ങനായിരിക്കൂല. ആ കോമളനല്ലേ പറഞ്ഞത്? അയ്യോ അയാൾക്ക് ദേശീയ പതാകയുടെ നിറം അറിയില്ല, നിങ്ങളുടെ പാർട്ടിയുടെ കൊടിയുടെ നിറം അറിയില്ല. എന്നിട്ടാണ് എനിക്ക് ഞാൻ വല്ല പറയുമ്പോ. അതെ കോമളൻ ഈ കാര്യത്തിലൊക്കെ മിടുക്കനാ. അവന് പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. അത്രയ്ക്കൊന്നും മോശമൊന്നുമല്ല. അവൻ എന്തായാലും പറഞ്ഞുള്ള കാര്യം തന്നെ. ഏട്ടനെന്ത് എന്തിന്റെ കേട്? എന്റെ കർത്താവേ, ഇതാണ് ഞാൻ. നീ എൻ്റെ അടുത്ത് ചാടുന്നില്ല. എനിക്കൊരു സത്യവും പറഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കൂല. ഞാൻ എവിടെ കളത്തരം കണ്ടാലും ഞാനത് വിളിച്ച് പറയാൻ കൂട്ടിക്കാൻ കിട്ടൂല. ഞാനൊരു നിഷ്കളങ്കനാ. അയ്യോ എന്റെ പൊന്നു നിഷ്കളങ്ക, ഒന്ന് എഴുന്നേറ്റ് പോവാം. ഞാൻ പോണ വേണ്ട, ഞാൻ തീരുമാനിച്ചോളാം. നീ വിഷമിക്കണ്ട. കോമളന്റെ അടുത്ത് ഞാൻ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അവൻ പുറകെ പോയി കണ്ടുപിടിച്ചോളൂ. ഇത് വെറുതെ ഒരു കാര്യമില്ല. ഇവിടെ വെറും കുട്ടികളുടെ ഒക്കെ ഉള്ളൂ.
അല്ലേ? അതെ അപ്പുറത്ത് നല്ല ചുരിദാർ കടയൊക്കെ ഉണ്ട്. അപ്പുറത്ത് നല്ല കടയൊക്കെ ഉണ്ട്. ആ എന്നാ പിന്നെ അങ്ങോട്ട് പോവാ. ഇങ്ങനെ കറങ്ങാൻ സമയമില്ല. അടുത്തതേ ഇവിടെ എത്തിയില്ല. കുഴപ്പം ഇവിടെയാണ് ഈ കട. നോക്കി ഇത് വേണ്ട. ഇല്ല ചേട്ടാ, കുഴപ്പമില്ല, നല്ലതാണ്. ഇല്ല റാണി, ഇത് പറ്റൂല. നമുക്ക് ഇത് ചെറിയ കടയാവുന്ന. ചേട്ടാ നോക്കരുത്, അങ്ങോട്ട് നോക്കി, നല്ല കടയാണ്. നമുക്ക് ഇവിടെ നല്ല ചുരിദാർ കിട്ടും. നമുക്ക് കേറാം ഇവിടെ. നല്ലതില്ലേ ചേട്ടാ? നോക്കിയിട്ട് നല്ലതല്ലേ? സാരി സൂപ്പറായിട്ട്. സാരി മതിയോ? നീ വന്നില്ലായിരുന്നു കണ്ടല്ലോ, ഞാൻ ആകെ പെട്ടുപോയേ. എനിക്ക് കളറൊന്നും പറഞ്ഞോടാ. നീ അല്ല ഒരെണ്ണം വേണമെങ്കിൽ നിനക്ക് കൊടുക്കുന്നു. ഒരുപാടുണ്ട്. എൻ്റെ കർത്താവെ, ഞാൻ ആലോചിക്കുകയാണ് ഇവൻ എങ്ങനെ ഇത്ര ധൈര്യം കിട്ടിയെന്ന്. ഇത്രയും പട്ട പകലൊരു പെണ്ണിനെയും കൊണ്ട് കടകളിൽ കയറി ഇറങ്ങാന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കാക്കിയും കാക്കി ഇട്ടെന്ന് ഓർത്ത് അത് കനകനാവില്ല. അത് ഏതെങ്കിലും ഓട്ടോ ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ ആരെങ്കിലും ആയിരിക്കും. അല്ലാതെ കനകൻ അങ്ങനെ ചെയ്യുവോ? അങ്ങനെ വെറുതെ ആരെങ്കിലും വിളിച്ചു പറയാ? കോമളൻ വേറെ ആരുമല്ല, എന്റെ പാർട്ടിയിലെ എന്റെ വേണ്ടപ്പെട്ട ആളാണ് കോമളൻ. ഇവരുടെ പാർട്ടിക്കാർക്ക് ഒറ്റണത്തിന് ബോധമല്ല. നീ ഇവര് പറയണത് കേക്കല്ലേ? ഞാൻ പിന്നെയും പറയാണ്. അല്ലെങ്കിൽ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ കടയിൽ നിൽക്കുമ്പോ നിന്റെ അടുത്ത് ആരൊക്കെ വന്ന് നിൽക്കാറുണ്ട്? അത് നീ ഒറ്റയ്ക്ക് ഒരു കടയിൽ പോയി നിൽക്കാറാണോ പതിവ്? അല്ലല്ലോ. അവൻ എന്തെങ്കിലും ആവശ്യത്തിന് കടയിൽ കയറിയപ്പോ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് അരികത്ത് നിന്നതായിരിക്കും. പിന്നെ അല്ല, ഇവ ഇപ്പൊ കടയിൽ പോകേണ്ട എന്താണ്? ജോലിക്കെന്ന് പറഞ്ഞു ഇവിടുന്ന് പോയോ? എന്തിനാണ് കടയിൽ പോയത്? ഒരു മനുഷ്യന് എപ്പോഴും ആവശ്യം ഉണ്ടാവാന്ന് എങ്ങനെ അറിയാം ക്ലീറ്റോ? ഞാൻ എന്നിട്ട് കോമളനോട് എടുത്ത് ചോദിച്ചു, നീ അവൻ അളിയനാണോ നോക്കിയാ? അപ്പൊ പറഞ്ഞു, സാറേ അളിയൻ തന്നെയാണ്, കൂടെ പെണ്ണുണ്ട്, അവർ ഒരുമിച്ചാണ് വണ്ടിയിൽ വന്ന് ഇറങ്ങിയെന്നു. എന്ത് ഞാൻ ഉള്ളതേ പറയണോളൂ, അല്ലെങ്കിൽ ഞാൻ ഉള്ളത് പറഞ്ഞ ഇവിടെ ആർക്കും പിടിക്കത്തില്ല. ഇരിക്കൂല, അവനൊന്ന് ഇങ്ങോട്ടൊന്ന് വരട്ടെ, എന്നിട്ട് ചോദിക്കല്ലോ. നീ ഇപ്പോഴേ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് ചാവാൻ തുടങ്ങണ എന്തിനാന്നേ? ആയിരിക്കൂല. നീ അടുത്ത ഇവള് പറയും അത് ഫാസിൽ ചുരിദാറൊക്കെ ഉണ്ട് അവന്റെ കൂടെ പോയാണ്, അങ്ങനെ നീ പറയും. നിനക്ക് അവനാണല്ലോ വിശ്വാസം. എനിക്ക് എന്റെ ആങ്ങളേനെ വിശ്വാസം. എന്റെ ആങ്ങൾ അങ്ങനെ ചെയ്യൂല. പാലായിന്ന് വന്ന ക്ലീറ്റോ അല്ല അത്. ആങ്ങളേക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇല്ല. നിനക്ക് അത് മനസ്സിലായില്ലേ? ആൾക്കാർ പറയാ എന്ത് പറഞ്ഞെന്നാ? കടയിൽ ഒരു പെണ്ണിന്റെ കൂടെ നിക്കണ കണ്ടു. അത് ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. കടയിൽ ഒരാളുടെ കൂടെ നിക്കണ. ബാക്കി വിവരം കോമള ഇപ്പൊ ഇവിടെ വരും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ പോകണമെന്ന് നോക്കിയിട്ട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വരട്ടെ, എന്നിട്ട് ബാക്കി അറിയാലോ. പിന്നെ അവന് കനകനെ അറിഞ്ഞൂടാ കോമളന്. സത്യമാണെങ്കിലും നിന്റെ കൂടെ ഞാൻ നിൽക്കും. ഇപ്പൊ സമാധാനപ്പെട്. ആദ്യം അവനും കൂടെ വരട്ടെ. വരുമ്പോ അവനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാലോ. ചോദിച്ചാ ഉടനെ സത്യം പറയും. എന്റെ ക്ലീറ്റോ ഒന്നും മിണ്ടാതിരിക്കുക. ക്ലീറ്റോ മിണ്ടതാണ് കുഴപ്പം. ക്ലീറ്റോയ്ക്ക് ഒന്നും മിണ്ടിക്കൂടാ. നീ വല്ല ഊമയും കല്യാണം കഴിക്കാറുണ്ട്, അപ്പൊ മിണ്ടാതെ നിനക്ക് ഇരിക്കായിരുന്നു. ജമന്തി, ഞാനൊരു കാര്യം പറയാം, ഇവളെ ഒരുത്തിയാണ് അവൻ എങ്ങനെ വഷളാക്കി. എല്ലാ കൊള്ളരുതായിരിക്കും അവളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. കോമള വാ, കയറി വാ. ഇങ്ങോട്ട് കയറി വാ കോമള. ഇനി രഹസ്യമൊന്നുമില്ല, എല്ലാം അവിടെ കേക്കട്ടെ. വാ, നീ വാ. സാർ ഇങ്ങോട്ട് വാ. ഞാൻ അവിടെ കണ്ട കാര്യം കൂടെ പറഞ്ഞ കൊച്ചു ആത്മഹത്യ. സാറേ ഒന്ന് പറയണ്ട സാറേ. ഞാൻ എന്റെ പാർട്ടിയുടെ നമ്മുടെ പാർട്ടിയുടെ അതൊക്കെ എടുത്ത് ഞാൻ നിൽക്കുമ്പോഴാണ് രണ്ടാൾ കയറി വരുന്നത്. സാറിന്റെ അളിയും വേറെ ഏതൊരു പെണ്ണുപിള്ളിന്റെ കൂടെ അവരവിടെ വരുന്നു. എന്തൊരു കളിയും ചിരിയാ സാറേ. അവരവിടെ വരുന്നു, കുറെ സാധനങ്ങൾ, സാരികൾ, അത് ഇത് മറ്റൊന്ന് മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഒരു സാരി എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സാറിന്റെ അളിയെടുത്ത് എങ്ങനെയുണ്ട്. അപ്പൊ ആള് സൂപ്പറായിട്ട് ഈ നിലയ്ക്കുള്ള പരിപാടികൾ. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി നാളെ സന്തോഷമായിരുന്നു, കളിയും ചിരിച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൈസ കൊടുത്ത തുണിയുടെ കനക സാറ് സാറിന്റെ അളിയൻ. എന്നിട്ട് അടുത്ത ബേക്കറി, ആ ബേക്കറി കയറി അവിടെ കയറി ജ്യൂസ് കുടിച്ചു. ജ്യൂസ് കുടിച്ചു. അതുമല്ല വേറൊരു കാര്യം കൂടി ഞാൻ കണ്ടു.
ഒരു കേക്ക് വാങ്ങിയിട്ട് 2 കഷ്ണാക്കിയിട്ട് 2 പേര് കഴിക്കുന്നു. ഒരു കേക്ക് വെച്ച് കളിയും ചീരൊക്കെ ഒന്ന് കാണണം സാറേ. പിന്നെ അതിനുശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ അവിടെ പോയി. ഓട്ടോറിക്ഷ ഇത്രയൊക്കെ ഞാൻ കണ്ടു. ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോയി അല്ലേ? അല്ല എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല, എൻ്റെ അളിയൻ ഈടായിട്ട് നിർധനരായിട്ടുള്ള സ്ത്രീകളെ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഒരു മനസ്സ് ഇടയ്ക്കൂടെ പറയണ കേട്ട്. അപ്പൊ സഹായിക്കണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നല്ലോണം സഹായിക്കും. ഏകദേശം 10,000-3000 രൂപ അവിടെ കൊടുത്തിട്ടുണ്ട് കടയില്. കണ്ടോ, അളിയൻ നല്ല സഹായിയായിപ്പോ. എന്നാ കോമളം ചെല്ല്. എങ്ങനെയുണ്ടടി? ഞാനാണ് കുഴപ്പക്കാരൻ. ഞാൻ എനിക്കൊന്നും മിണ്ടിക്കൂടാ, എനിക്കൊന്നും പറഞ്ഞുകൂടാ. എന്തിനാ നീ ആ കൊച്ചിനെ സമാധാനിപ്പിക്കണ്ട, എന്നെ സമാധാനിപ്പിക്കണ്ട. എനിക്ക് കൈവിട. എന്താണ് നിന്റെ ഉദ്ദേശം? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം ഞാൻ അവിടെ വെളിപ്പെടുത്തി. എന്താണ് നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്റെ ആങ്ങളയ്ക്കും കുടുംബത്തിനും ഒന്നും വരാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവളുടെ മുമ്പിൽ? അവൾ ഒന്നാമത്തെ വിഷമിച്ചിരിക്കാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ ഈ കള്ളത്തരത്തിന് കൂട്ടിരിക്കണം, നിനക്ക് എന്നെയും കൂടെ കള്ളനാക്കണം. നീ അവന് എന്ത് കള്ളത്തരാന്നാ നിങ്ങൾ പറയണേ? എന്ത് കള്ളത്തരം? നീ കേട്ടില്ലേ കോമളം എന്ന് പറഞ്ഞത്? വിശേഷം ഒന്നും എന്നോട് പറയണ്ട. കോമളം കണ്ട വിശേഷമാണ് വന്ന് പറഞ്ഞേക്കണേ. എന്ത് വിശേഷം കോമളം പറഞ്ഞു? ഒരു പെണ്ണിനെ കൊണ്ട് അവനെ അവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവരെ ഒളിച്ചോടിന്നാണ് അർത്ഥം. ഒളിച്ചോട്ടത്തിന്റെ ആരംഭമാണ് ഇത്. ഈ സാരി വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ മാലയെ വാങ്ങിച്ചു കൊടുത്താൽ ഇന്ന് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ ഞാൻ കൊന്നിട്ട് വല്ല ജയിലിൽ പോയി കിടക്കൂട്ടോ. നീ കൊല്ലടി, കൊല്ലന്നെ. നിങ്ങൾക്ക് ഒരു വിചാരം ആണ് പെണ്ണ് നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഞങ്ങൾ പ്രേമാന്ന്. അങ്ങനെയല്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ്. ആണോ? നിങ്ങളുടെ പെങ്ങൾക്ക് അളിയനെ ഇങ്ങനെ വന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചെടുക്കോ? ഞാൻ അളിയനൊന്നും നോക്കൂല, വെട്ടി അരിഞ്ഞളയും കാല്. എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായത് രമ്യതയിലും പറഞ്ഞ് പരിഹരിക്കേണ്ടതിന് പകരം നീ ആ കൊച്ചിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കണം, അവളുടെ ഭാഗത്ത് നിന്ന്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട. ചിന്തിക്കാൻ ഞാനും എന്റെ അമ്മയുണ്ട്. ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് വരാതിരിക്കാൻ പറ്റുമോ അങ്ങോട്ട്? നീ വിളിച്ചോണ്ട് വരുമ്പോ ഇതുപോലെ പറഞ്ഞാ മതി. ഞാൻ ഒരു കാര്യം പറയാം, എന്നെ പോലെ ഒരു പ്രമുഖൻ ഇങ്ങനെയുള്ള കൊള്ളരുതായിക്ക് കൂട്ടിവെക്കാൻ പറ്റില്ല. ഒന്നോ ഇത് ഭയങ്കര പ്രമുഖനായി പോയി. എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ. നീ ഇങ്ങോട്ട് വരാൻ നോക്കണ്ട, അവിടെ ഇരുന്നോ. ഓർത്തമാര് സ്വയം കുടുംബം കലക്കാൻ നിൽക്കുമ്പോ പിന്നെ നമ്മളത് പറയണതാണ് കുറ്റം. വരുന്നുണ്ട്. അളിയൻ നോക്കിയപ്പോണ്ടല്ലോ. ശരിയെന്നാ ഒരു കട്ട കുടിച്ച് എന്റെ പൊന്നളിയാ, ഒന്നും പറയണ്ട. മഴയോട് മഴ, ഇടി, എത്ര മരാ പൊട്ടി വീണതെന്ന് യാതൊരു കണക്കില്ല. സുനാമി മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ഒരു മരം വീണെന്നും പറഞ്ഞിട്ട് ചെന്നാണ്. അവിടെ ചെന്നപ്പോ ചറപറ മരം വീണ് കിടക്കും. പിന്നെ മുഴുവൻ വെട്ടി ഒതുക്കി. അവശതയായി പോയി. ഭാഗിട്ടോ എന്ത് ചോദി. ആ ജമന്തി കട്ടൻ ചായ എടുത്തോ. അതെ, നിങ്ങളേതായാലും വന്നത് നന്നായി, ഇല്ലെങ്കിൽ അവളാകെ പേടിച്ചൊരു പരുവത്തിലായി പോയേനെ. കട്ടൻ ചായ എടുത്തോ ജമന്തി, 2 എണ്ണം എടുത്തോ. എന്തേ? അതാ ഞാൻ ചോദിക്കണേ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുപറ്റി? നിന്നെ എന്തിനാണ് കല്യാണം കഴിപ്പിച്ചേ? എന്തെന്ന്? എന്താളിയാ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ടോലെന്ന് കാണിക്കല്ലേ. എന്താ കാര്യം പറ. നിന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ചത്? എന്നെ കല്യാണം കഴിപ്പിച്ചത് എന്തിനാണ്? നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് ഇവനെ കിട്ടിയാൽ മതിയായിരുന്നല്ലോ. നിനക്ക് 24 മണിക്കൂർ അവന്റെ കൂടെ നടക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. പെരും മഴയായിരുന്നില്ലേ, മരം പൊട്ടി വീണു, അതിന് നേരാക്കാൻ വേണ്ടി പോയതാണ്. ലൈനൊക്കെ പൊട്ടി വീണിട്ട് വേറെ കാര്യങ്ങൾക്കൊന്നും മുടക്കം വന്നില്ലല്ലോ അല്ലേ? എന്താ ചോദിക്കാൻ അങ്ങോട്ട് ഇരുന്ന് മോങ്ങാതെ. നിങ്ങൾ ഇത്ര നേരം സത്യമായിട്ട് എവിടെയായിരുന്നു? അതല്ലേ പറഞ്ഞത്, ഭയങ്കര കാറ്റും മഴയായിരുന്നു, മരങ്ങളൊക്കെ ആ ലൈനിന്റെ മുകളിൽ പൊട്ടി വീണിട്ട്. അതല്ലേ ഒന്ന് പറഞ്ഞു കൊടുത്തേ നീ. എന്റെ ജമന്തി റോഡില് മുഴുവൻ മരം വീണ് എന്താണ് ഈ പറയണ? എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? കാറ്റും മഴയായിട്ട് മരം വീണ്ടും ലൈനൊക്കെ പൊട്ടി കിടക്കാറ് നേരാക്കാൻ വേണ്ടി. കാറ്റ് മഴയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ കണ്ണ് പൊട്ടിയിരിക്കല്ല. നീ ഇന്ന് തുണിക്കടയിൽ പോയോ? എന്ത് തുണിക്കടയിൽ പോയോ? തുണിക്കടയിൽ പോയല്ലേ? എന്തേ? എന്നിട്ട് ജ്യൂസ് കടയിൽ പോയോ? തുണിക്കടയിൽ പോയിട്ടല്ലേ ജ്യൂസ് കടയിൽ പോയത്. അവിടുന്ന് കേക്ക് കഴിച്ചോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിൽക്കണേ? എന്തിനാന്ന്? കഴിച്ചു. നിന്റെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത്? എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ? എന്നിട്ട് ഇതാണോ വിഷയം? എന്താ അതാണോ കാര്യം?
കാര്യം? അത് നിങ്ങൾക്ക് നിസ്സാര കാര്യമായിരിക്കും. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടേ കളയും. എന്നിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ കൂടെ നടക്കും നിങ്ങൾ. എടി പോത്തെ പറയണത് അങ്ങോട്ട് കേക്കണ്ട. ഇന്നൊരു നല്ല ദിവസമല്ലേ? നിനക്ക് വല്ല ബോധമുണ്ടോ? അവളുടെ ബർത്ത്ഡേ അല്ലേ? ഒരു മുട്ടായി ഞാൻ കൊടുത്തു. എന്ത് കൊടുത്തിടാ? നല്ല വാക്ക് പറയാൻ പാടില്ല അവനോട്. അവളുടെ ബർത്ത്ഡേ അല്ലേ, അവൻ വേറെ പെണ്ണിന്റെ കൂടെ പോയി കേക്ക് മുറിച്ച നാണല്ലടാ നിനക്ക്, നാണം. എടാ വൃത്തികേട് പറയല്ലേടാ. നിനക്കൊക്കെ കാണിക്കാല്ലേ? തങ്കം അവൻ പറയണോന്ന് നിങ്ങൾ അപ്പടിയും കേൾക്കുന്നു. നിങ്ങൾക്ക് ഒരു കുടുംബം ഉള്ളതല്ലേ? ഈ കള്ളത്തരത്തിന് നിനക്ക് കൂട്ടിക്കാൻ കൊള്ളാമോ? ഫാസിലെ, നിന്റെ കുടുംബത്തിലെ സംസ്കാരം അല്ല ഈ ഹവൽദാർ കുടുംബത്തിന്റെ. അത് ശരി, പച്ചപ്പാതിരാക്ക് കട്ടൻ ചായരാന്നും പറഞ്ഞ് വിളിച്ച് കയറ്റിട്ട് ഊളത്തരം പറയണ. ഞാൻ പോയേക്കാന്ന് അങ്ങോട്ട്. എനിക്ക് നിന്നോടും കൂടി പറയാനുണ്ട്. എന്തിനാ ഇനി നിന്റെയും കൂടി ഞാൻ കേൾക്കണോ? ഇവൻ ഈ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ ഫാസിലെ നിനക്ക് കൊള്ളാമോ? എന്റെ തങ്കം അവൻ പറയണ നിങ്ങളൊന്നും കേൾക്കുന്നു. നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കനക, ഒരു കാര്യം ഞാൻ പറയാം. നീ പുറത്തോട്ട് ഇറങ്ങി കണ്ണടച്ച് കഴിയുമ്പോഴത്തേന് ചുറ്റി ഇട്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും എല്ലാം കാണാം. എന്റെ ഭാര്യയുടെ കണ്ണ് ഇപ്പോഴെങ്കിലും തുറന്നല്ലോ, സമാധാനമായി. ഒരു സംസ്കാര പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ണീര് കുടിപ്പിക്കണം. എനിക്കാണെങ്കിൽ നീ സഹിക്കോടാ. നിന്നെ നോക്കാൻ ഇറങ്ങി പോയ ഭർത്താവ് കൂടെ ഇടവുള്ള കാര്യം തുറന്നു പറയടാ. ആലോചിക്കാം, പുലിയ കള്ളത്തരം കണ്ടുപിടിക്കാൻ ആലോചനയില്ല. അവരുടെ കഴിയട്ടെ, കഴിഞ്ഞിട്ട് പറയാലോ. എന്റെ ജമന്തി ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അവൻ പറയണോന്ന് കേക്ക്, എന്നിട്ട് വേളം ഉണ്ടാക്കിക്കൂടെ? പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയിപ്പിക്കണ്ടേ? കഴിഞ്ഞെങ്കിൽ നിർത്ത്. അല്ല, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞോ. അത് കഴിഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണ്ടേ? എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നല്ല നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അതിവിടെ അറിഞ്ഞല്ലോ എല്ലാവരും. പറഞ്ഞേ, എന്താ നീ എന്താ പറഞ്ഞത്? ഞാനെന്താ ഏതെങ്കിലും ഒരു തോന്നിയ പെണ്ണിന്റെ കൂടെ പോകുന്നിടത്തനോ? ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? എനിക്കൊന്നും അറിയണ്ട. എനിക്ക് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്, ഇവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. എന്നാ പിന്നെ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയത്. ജമന്തി, ഞാൻ പറയട്ടെ, നീ അതിന്റെ ഇടയ്ക്ക് നീ തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കാൻ നിൽക്കല്ലേ. എന്നാ പിന്നെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിയിട്ട് ഇവൾക്ക് കൊടുക്കാന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എന്നിട്ട് എന്ത് ഗിഫ്റ്റാ വാങ്ങാന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ ഇവൻ തന്നെയാണ് പറഞ്ഞു എന്നോട്, പിന്നെ എന്നാ പിന്നെ കനക ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഓഫീസിലെ മറ്റേ റാണിയെ പൂട്ടിപ്പോക്കോ. അപ്പോൾ അവളാണെങ്കിൽ ഈ സ്ത്രീകളുടെ ടേസ്റ്റ് എന്താന്നുള്ളത് അറിയും. അപ്പോൾ എന്താ വേണ്ട വെച്ചാൽ വാങ്ങിക്കും ചെയ്യാന്ന് പറഞ്ഞു. അവൾ എപ്പോഴും ഇട്ടുകൊണ്ട് വരുന്നത് നല്ല അടിപൊളി ഡിസൈനും സൗകര്യമൊക്കെ ഉള്ള സാരികളായിരിക്കും. അവൾ പോയാൽ ഡിസ്കൗണ്ടും കിട്ടും. അതുകൊണ്ടല്ലേ അവരുടെ കൂടെ പറഞ്ഞു വിട്ടത്. ഇതിലിപ്പോൾ എന്താ ഒരു കുഴപ്പം? എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എൻ്റെ കൂടെ വന്നതിൽ എന്താണ് ഒരു പ്രശ്നം? അതില് പറയടി ഇങ്ങോട്ട്, എന്താ കുഴപ്പം? എനിക്കൊരു സാധനം മേടിക്കണമെങ്കിൽ ഏട്ടനെന്തിനാ കണ്ട പെണ്ണുങ്ങളുടെ സഹായം? എനിക്കെന്താ വേണ്ടത് ഏട്ടൻ അറിയാൻ പാടില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ അവനോട് ചോദിച്ചാണ് ജമന്തിയുടെ ടേസ്റ്റ് എന്താണ്. അപ്പൊ എനിക്കറിയാൻ പാടില്ല ആവോന്ന് പറഞ്ഞു. അതാ ഞാൻ റാണിനെ കൂടെ വിട്ടത്. ഏട്ടൻ എന്ത് മേടിച്ചോണ്ട് വന്നാലും ഞാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കായിരുന്നല്ലോ. ശരി ശരി, എല്ലാം നന്നായിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു പെണ്ണിൻ്റെ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയായിരുന്നു എന്നുള്ള വിവരം ഇവിടെ വന്നിട്ട് ആരാ പറഞ്ഞത്? അതിവിടെ ഒരു പ്രമുഖനില്ലേ, പ്രമുഖൻ പറഞ്ഞതാ. അവന്റെ തല വലിഞ്ഞു പോയാ. വേണ്ട, എന്തിനു വെറുതെ. ഇവനെന്താണ് ആമേ തലാകത്തോട്ട് വലിക്കാൻ? നേരെ നോക്കടാ. ഞാൻ എൻ്റെ കയ്യും എൻ്റെ നാക്കും വെറുതെ വൃത്തികേടാക്കണം. അതെ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഞാൻ നാളെ പോകുമ്പോൾ അതങ്ങ് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കൊന്നും വേണ്ട, എന്റെ സമ്മാനാണ്. ഓരോ കാര്യമുള്ളൂ. എന്നോട് പറ. എന്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ സന്തോഷമായിട്ട് പറയാന. അതെന്തിനു പറയുന്ന ആൾക്കറിയാലോ. പറയുന്ന അവളെ ചിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. നല്ല ഹാപ്പി ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷമായില്ലേ? Alien versus Alien.